ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ആറ്റം അക്കാഡമി. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി ആണ്. ഇപ്പോൾ SSC എക്സാം എടുത്താലും അതുപോലെ തന്നെ റെയിൽവേ എടുത്തു കഴിഞ്ഞാലും അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്ന സെക്ഷനിലെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ട്രിഗണോമെട്രി. ഇപ്പോൾ ട്രിഗണോമെട്രി നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ, അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്സിൽ നിന്നും തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് അതോടൊപ്പം തന്നെ അതേ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മുടെ സെഷൻ. അപ്പോൾ ട്രിഗണോമെട്രി നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ പഠിക്കുമ്പോൾ അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ആധാരമാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഫസ്റ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, മൂന്ന് സൈഡുകളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിൾ, മൊത്തം 3 ആംഗിൾസ് ഉണ്ടല്ലോ, അതിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണെന്ത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുന്ന സമയത്ത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് 3 സൈഡുകൾ ഉണ്ടല്ലേ? ഏതൊക്കെയാണ് 3 സൈഡുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ. ഈ പെർപെൻഡിക്കുലർ എന്ന് മാത്രമല്ല കേട്ടോ, ഇതിനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയാറുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയുന്നു, അതുപോലെ തന്നെ ഹൈറ്റ്. ഇതെല്ലാം ഒന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ബേസ് ഉണ്ട്, പെർപെൻഡിക്കുലർ ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോട്ടിന്യൂസ് ഉണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് സൈഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഏറ്റവും ചെറിയ സൈഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസ് ആണ് ഏറ്റവും ചെറിയ സൈഡ്. അതുപോലെ തന്നെ ഹൈപ്പോട്ടിന്യൂസ് ആണ് ഏറ്റവും ലാർജ് സൈഡ്, ഏറ്റവും നീളം കൂടിയ സൈഡ്. ഇൻ ബിറ്റ്വീൻ മെഷർമെന്റ് വരുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ത്രൂ ഔട്ട് ആവശ്യമുള്ള ഒരു തിയറം തന്നെയാണ് പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ പൈതഗോറസ് തിയറത്തിൽ പറയുന്നത്? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? h² = b² + p². എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയറിന്റെ ബേസ് സ്ക്വയർ പ്ലസ് അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ അഥവാ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറത്തിൽ പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതായത് ഷോർട്ട് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. h² = b² + p². അതായത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. എന്താണ് ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രിപ്ലെറ്റ്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും 3 പേരടങ്ങുന്നതാണ് ഈ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൈതഗോറസ് തിയറം നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ? പൈതഗോറസ് തിയറത്തിൽ പറയുന്ന കാര്യം എന്താ? പൈതഗോറസ് തിയറത്തിൽ പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സ്ക്വയർ അല്ലേ? ഈ ഒരു തിയറത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 നമ്പേഴ്സ്, ആ 3 നമ്പേഴ്സിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്കിപ്പോൾ പരീക്ഷയ്ക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ നമുക്കിപ്പോൾ തിയറം അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ട്രിപ്ലെറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിവതും മാക്സിമം നമ്പർ ഓഫ് ട്രിപ്ലെറ്റ്സ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ എല്ലാം സാധിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ടിയ ട്രിപ്ലെറ്റുകൾ നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 3 4 5. എന്താണ് 3 4 5 എന്ന് പറയുമ്പോൾ? ഇപ്പൊ ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, 3 4 5 നമുക്കറിയാം ഏറ്റവും ചെറിയ മെഷർമെന്റ് 3 ആണല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ബേസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ തന്നെ 5 ആണ് ലോങ്സ്റ്റ്.
അതായത് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്ന 5, അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ 3, 4, 5 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 3യുടെ സ്ക്വയർ അതുപോലെ തന്നെ 4ന്റെ സ്ക്വയർ, ഇത് രണ്ടിനെയും കൂടെ ഞാൻ എടുത്ത് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, അതുപോലെ തന്നെ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, 16 + 9 എന്ന് പറഞ്ഞാൽ എന്താണ്, 25. ഈ 25 എന്ന് പറഞ്ഞാൽ എന്താണ്, 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്, അതായത് പൈതഗോറസ് തിയറത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൂട്ടം, അതായത് ഈ 3, 4, 5 എന്ന് പറയുന്ന ഈ 3 പേര് എന്താണ് ഇവരെ നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5, 12, 13 അല്ലെ, 5, 12, 13. ഓക്കെ, ഏറ്റവും നീളം കൂടിയ സൈഡ്, അതായത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് 13, അതുപോലെ തന്നെ ഏറ്റവും ചെറുത് 5, അതുപോലെ then 12. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13ന്റെ സ്ക്വയർ എന്താണ്, 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 169 അല്ലേ, 169. ഇതേ 169 നമുക്ക് കിട്ടും എപ്പോൾ, 12ന്റെ സ്ക്വയർ, അതായത് 144 + 5ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25. 144ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 169 കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം, 5, 12, 13 ഒരു ട്രിപ്ലറ്റ് ആണ്. അപ്പൊ ഇതുപോലെ ഈ കാണുന്ന എല്ലാ നമ്പേഴ്സും, അതായത് ഈ കാണുന്ന എല്ലാവരും എന്താണ്, ഈ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ നിന്ന് വിളിക്കുന്നത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം കഴിവതും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന അത്രയും ട്രിപ്ലറ്റുകൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3, 4, 5, അതുപോലെ തന്നെ 5, 12, 13, 7, 24, 25, 8, 15, 17, 9, 40, 41, 11, 60, 61, 12, 35, 37, 13, 84, 85, 16, 63, 65, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിപ്ലറ്റുകളുണ്ട്. അപ്പൊ ഇതിൽ മാക്സിമം നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ച് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാം. അത്യാവശ്യം വേണ്ടി എല്ലാ ട്രിപ്ലറ്റുകളും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബേസിക് ട്രിപ്ലറ്റിന് ഉപരിയായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഡിറൈവ്ഡ് ട്രിപ്ലറ്റുകളും വരാറുണ്ട്. എന്താണ് ഈ ഡിറൈവ്ഡ് ട്രിപ്ലറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കാണുവാണ്, ഇപ്പോൾ 10, അതുപോലെ 24, 26, അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ എന്നുള്ള രീതിയിൽ തന്നിരിക്കുകയാണ്, 10, 24, 26. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഈ ട്രിപ്ലറ്റ് പഠിക്കുന്നത് ട്രിഗണോമെട്രിയിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ജോമെട്രിയിലാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 10, 24, 26 എന്ന് പറയും. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? അപ്പൊ ഈ തന്നിരിക്കുന്ന 3 സൈഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. റീസൺ എന്താ? റീസൺ ഇത്രയേ ഉള്ളൂ, 10, 24, 26 ഇങ്ങനെ ഒരു ട്രിപ്ലറ്റ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇവിടെ ഒരിടത്ത് നമ്മൾ 10, 24, 26 കണ്ടില്ല. പക്ഷേ ഇവിടെ നോക്കൂ, 5, 12, 13 എന്ന് പറയുന്ന ഈ ഒരു ട്രിപ്ലറ്റിൽ നമ്മൾ ഇപ്പോ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് 10, 24, 26 കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ട്രിപ്ലറ്റുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിറൈവ്ഡ് ട്രിപ്ലറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ട്രിപ്ലറ്റ് മനസ്സിലാക്കി വെക്കുക. ആ ബേസിക് ട്രിപ്ലറ്റ്സിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്ലറ്റ് മാറി. അങ്ങനെ ഉണ്ടാകുന്ന ട്രിപ്ലറ്റുകളെ നമ്മൾ ഡിറൈവ്ഡ് ട്രിപ്ലറ്റ്സ് എന്ന് വിളിക്കും. ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ 15, 15, 12, 15, 12, സോറി 12 അല്ല, 15, അതുപോലെ 20, 25. ഇതും ഒരു ഡിറൈവ്ഡ് ട്രിപ്ലറ്റ് തന്നെയാണ്. നമുക്കറിയാലോ, ഈ 3, 4, 5 എന്ന് പറയുന്ന ഈ ഒരു ബേസിക് ട്രിപ്ലറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് പറ്റും? 5 × 3 15, 5 × 4 20, അതുപോലെ തന്നെ 5 × 5 25. ഇതുപോലെ ഡിറൈവ്ഡ് ട്രിപ്ലറ്റ്സ് വരുന്നതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, ഈ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന ആളുകളാണ്. ആരാണ്? ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പോൾ ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോസും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് വൺ, സൈൻ തീറ്റ. അപ്പൊ തീറ്റ എന്താണ്? തീറ്റ ജസ്റ്റ് ഞാൻ എന്താ ഇവിടെ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിളിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? തീറ്റ എന്ന് വിളിച്ചത്. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? തീറ്റ എന്ന് വിളിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം സൈൻ തീറ്റ. എന്താണ് സൈൻ തീറ്റ? സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ആ ഒരു റേഷ്യോ,
ഉദ്ദേശിക്കുന്നത് എന്താണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പി ബൈ എച്ച്. പി ബൈ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്നത്? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടില്ലേ? ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡാണ് ആര്? ഈ പറയുന്ന പെർപെൻഡിക്കുലർ അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അതോടൊപ്പം തന്നെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് ആംഗിൾ, നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ഡിവൈഡഡ് ബൈ ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് സൈൻ തീറ്റ എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? ബി ബൈ എച്ച്, അതായത് ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബി എന്ന് പറയുന്ന സൈഡ് എന്താണ്? തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന സൈഡ് അതിന്റെ അഡ്ജസന്റ് സൈഡാണ്. അഡ്ജസന്റ് സൈഡ്. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പി ബൈ എച്ച് അല്ല, പി ബൈ എച്ച് ആണ് കേട്ടോ. പി ബൈ എച്ച് സോറി, പി ബൈ എച്ച് അല്ല, പി ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ബൈ ബേസ്. നമ്മളൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബൈ ബി. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എടുത്ത് നോക്കുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. സൈൻ തീറ്റ. തീറ്റ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ തീറ്റ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു ആംഗിളിന് നമ്മൾ തീറ്റ എന്ന് വിളിച്ചു. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അതായത് ഇത് 90 ഡിഗ്രി, ഈ ഒരു ആംഗിൾ നമ്മൾ തീറ്റ എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ ഉദ്ദേശിക്കുന്നത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ഡിവൈഡഡ് ബൈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ആരാ? ഈ പറയുന്ന ഹൈറ്റ് അഥവാ പെർപെൻഡിക്കുലർ നമ്മൾ എടുത്തിരിക്കുന്ന സൈഡാണ് പി. അതോടൊപ്പം തന്നെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം എന്താണ്? എച്ച് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ പി ബൈ എച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ പി ബൈ എച്ച് എന്ന് കൂടി പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കോസ് തീറ്റ. കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ നോക്കൂ, ഈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ബി ബൈ എച്ച് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് നിൽക്കുന്ന സൈഡാണ് അല്ലേ? അഡ്ജസന്റ് നിൽക്കുന്ന സൈഡ്. സോ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? കോസ് തീറ്റ എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ആള് നോക്കിക്കുക, അടുത്ത ആള് ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ പി ബൈ ബി എന്ന് പറയുമ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് നിൽക്കുന്ന സൈഡ്, അതാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. അതാണ് പി ബൈ ബി. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് പിയും അഡ്ജസന്റ് ആരുണ്ട്? ബിയും ഉണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതാണ് എന്തെന്ന് പറയുന്നത്? ടാൻ തീറ്റ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ നോക്കിക്കേ, പി ബൈ എച്ച് ആണ് സൈൻ തീറ്റ, ബി ബൈ എച്ച് ആണ് കോസ് തീറ്റ. അപ്പൊ നമ്മൾ ഈ സൈൻ തീറ്റയെയും അതുപോലെ തന്നെ കോസ് തീറ്റയെയും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പി ബൈ എച്ച് ഡിവൈഡഡ് ബൈ ബി ബൈ എച്ച്, ഹൈപ്പോട്ടന്യൂസ് കട്ടായി പോകുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും?
പി ബൈ ബി എന്ന് കിട്ടും. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത 3 ആൾക്കാരെ നോക്കാം. അടുത്തത് കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എച്ച് ബൈ പി. ഇവിടെ നമ്മൾ പഠിച്ച എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പി ബൈ എച്ച് ആണ് അല്ലേ? പി ബൈ എച്ച്. അപ്പൊ കൊസീക് തീറ്റ വരുമ്പോൾ അത് എച്ച് ബൈ പി ആയി. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ എങ്കിൽ അതിന്റെ നേരെ തിരിച്ചു വരുന്നതാണ് ആരെന്ന് പറയുന്നത്? കൊസീക് തീറ്റ എന്ന് പറയുന്നത്. അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ അഥവാ ഓപ്പോസിറ്റ് സൈഡ്. അതായത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കൊസിക് തീറ്റ എന്ന് പറയുന്നത്. സീക്കിലോട്ട് വരുന്ന സമയത്ത് എച്ച് ബൈ ബി. ഇവിടെ നോക്കിക്കേ, കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ബി ബൈ എച്ച് ആണ് പഠിച്ചത് അല്ലേ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ സീക് തീറ്റ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. അതുപോലെ കോട്ടിലേക്ക് വരുമ്പോൾ കോട്ട് തീറ്റയിലേക്ക് വരുമ്പോൾ എന്താണ്? ബി ബൈ പി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ. ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കോട്ട് തീറ്റ എന്ന് പറയുന്നത്. അതായത് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? കോട്ട് തീറ്റ എന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ട്രിഗണോമെട്രി റേഷ്യോസ്. വളരെ ബേസിക് ആയിട്ട് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓരോന്നും പഠിച്ചായിരുന്നു. സൈൻ തീറ്റ, കൊസീക് തീറ്റ, അതുപോലെ തന്നെ കോസ് തീറ്റ, സീക് തീറ്റ, ടാൻ തീറ്റ, കോട്ട് തീറ്റ. നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് ആരെന്ന് പറയുന്നത്? കൊസീക് തീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും കൂട്ടി എന്ത് പറയാം? അത് 1 ആണ് എന്ന് പറയാൻ സാധിക്കും അല്ലെ? അതുപോലെ തന്നെ നമ്മൾ എന്താ? കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ തിരിച്ചും പറയാം. സീക് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കോസ് തീറ്റ എന്ന് പറയാം. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സീക് തീറ്റ ഇൻറ്റു കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും കൂട്ടി എന്ത് പറയാം? അത് 1 ആണെന്ന് പറയാം. അതുപോലെ തന്നെ ടാൻ തീറ്റ is equal to 1 by cot അല്ലെങ്കിൽ കോട്ട് തീറ്റ is equal to 1 by tan. അപ്പോൾ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചു വരുന്നു. എന്താണ്? ടാൻ തീറ്റ is equal to സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് എന്ന് പറയുന്നത് ടാൻ തീറ്റ എന്ന് പറയുന്നത്. പിന്നെ വേണം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ടാൻ തീറ്റ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. നോക്കിക്കേ, 1 by cos എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് അല്ലേ? 1 by cos എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് തീറ്റ 1 by cos എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റ. സൈൻ തീറ്റ ആയ നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ തീറ്റ ആയ 1 by cosec എന്ന് എഴുതാമല്ലോ. അപ്പൊ ടാൻ തീറ്റ ആയ നമുക്ക് ഇങ്ങനെയും വിളിക്കാം, സീക്ക് തീറ്റ ബൈ കോസിക് തീറ്റ. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. അതോടൊപ്പം തന്നെ അതിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? സീക്ക് തീറ്റ ബൈ കോസിക് തീറ്റ എന്നും വിളിക്കാം. അതുപോലെ മനസ്സിലാക്കുക, കോട്ട് തീറ്റ എന്തായിരിക്കും? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ടാനിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലേ? അതായത് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആയിരിക്കും. കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആയിരിക്കും. ഇതിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? ഇങ്ങനെയും പറഞ്ഞൂടെ? ടാൻ തീറ്റ എന്ന് പറയുന്നത് സീക്ക് ബൈ കൊസീക്ക് ആണെങ്കിൽ കോട്ടിന് എന്തെന്നും പറയാം? കോട്ടിനെ നമുക്ക് കൊസീക്ക് തീറ്റ ബൈ സീക്ക് തീറ്റ എന്ന് വിളിക്കാം. കുഴപ്പമില്ല. ഇതും കൂടി നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഓക്കെ, അപ്പോൾ 3 ഐഡന്റിറ്റീസ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഐഡന്റിറ്റീസ്. ഏതൊക്കെയാ? ഒന്നാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. രണ്ടാമത്തതോ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിയാല് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് 90 ഡിഗ്രി. നമ്മൾ ഓൾറെഡി പൈതഗോറസ് തിയറം പഠിച്ചതാണ് അല്ലേ? എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ അല്ലേ? ഞാനിവിടെ ഈ ഇക്വേഷനിൽ ഞാൻ ഒരു എച്ച് സ്ക്വയർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചു. എച്ച് സ്ക്വയർ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ, അല്ലെങ്കിൽ എനിക്ക് എന്താ എഴുതാം? ബി ബൈ എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ്
പി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ അല്ലെങ്കിൽ പി ബൈ എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പി ബൈ എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓൾറെഡി നമ്മൾ പഠിച്ചു എന്താണ് പി ബൈ എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്, ബി ബൈ എച്ച് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയതാണ് എന്തെന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ് 1 എന്ന് കിട്ടി. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐഡന്റിറ്റി. ഈ വന്ന വഴിയൊന്നും അറിഞ്ഞിരിക്കേണ്ട, സ്റ്റിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച എന്താ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് എഴുതാം, കുഴപ്പമില്ല അല്ലേ. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് എഴുതാം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നും എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നോക്കൂ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലെ. ഞാൻ ഈ ഒരു ഇക്വേഷനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. ഇവിടെ ഞാൻ ത്രൂ ഔട്ട് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സൈൻ സ്ക്വയർ തീറ്റ വെച്ചിട്ട് ത്രൂ ഔട്ട് ആയിട്ട് ഞാൻ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്യുവാണ്. ഈ ഒന്നാമത്തെ ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഡിവൈഡിങ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഓരോ ടേമിനെ ഞാൻ എന്ത് ചെയ്യുന്നു സൈൻ സ്ക്വയർ തീറ്റ വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും 1 is equal to 1 by sin square theta. 1 by sin എന്ന് കൊസീക്ക് അല്ലേ. ഇപ്പൊ 1 by sin square theta എന്താണ് കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്താണ് കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്, നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്താണ് കോട്ട് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ ഒരു ഐഡന്റിറ്റി കിട്ടിയത്. എന്താണ് കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഐഡന്റിറ്റി നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എടുക്കുവാണ്. അതായത് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് എന്ത് ചെയ്യുന്നു അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. കോസ് സ്ക്വയർ തീറ്റ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്ത് പറ്റും 1 ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ. 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സീക്ക് സ്ക്വയർ തീറ്റ. 1 ബൈ കോസ് സീക്ക് അല്ലേ. ഇപ്പൊ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്താണ് ടാൻ സ്ക്വയർ തീറ്റ. നമ്മൾ പഠിച്ചതാണ് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി കിട്ടിയത്. sec square theta minus tan square theta is equal to 1. cosec square theta minus cot square theta equal to 1. അതുപോലെ നേരത്തെ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു എന്താണ് sin square theta plus cos square theta sin square theta plus cos square theta equal to 1. ഈ മൂന്ന് ഐഡന്റിറ്റിയും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ച കൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു 41/9. കൊസീക് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ് കൊസീക് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 41/9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീറ്റ ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ. തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. 90ക്ക് താഴെ വാല്യൂ വരുന്ന ഒരു ആംഗിൾ ആണ് തീറ്റ, അതാണ് അക്യൂട്ട് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള എന്താണ് 5 ടാൻ തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. 5 ടാൻ തീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? അപ്പൊ നമ്മൾ ഫിഗർ ഒക്കെ വരച്ച് വേണമെങ്കിൽ ചെയ്യാം. ഫിഗറിന്റെ ഒന്നും ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ഞാൻ ഫിഗർ വെച്ചൊന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോ ഞാൻ ഈ ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ കൊസീക് തീറ്റ എന്താണ് നമ്മൾ പഠിച്ചു. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സൈനിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് അല്ലെ. അപ്പോ ഈ കൊസീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു എന്താ h ബൈ പി. അപ്പോ നോക്കൂ പി എച്ച് നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ച സമയത്ത് കണ്ടാണ് അല്ലെ. അപ്പൊ നോക്കൂ, ഈ 41 എന്ന് പറയുന്നത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് ആണ്. 41 എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ്. 9 എന്ന് ഉദ്ദേശിക്കുന്ന ഈ സൈഡാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പോ ഈ രണ്ട് സൈഡുകളും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന രണ്ട് സൈഡുകളാണ് അല്ലെ, ഈ പിയും ബിയും. ഓക്കെ, അപ്പൊ ആസ് പെർ ദ ഡേറ്റ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് സൈഡ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു സൈഡ് 9 യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും?
നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കും. ഓൾറെഡി പഠിച്ചാണ്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 41 ആണ്. അപ്പൊ 41ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ബേസിന്റെ വാല്യൂ നമുക്ക് അറിയില്ലല്ലോ. ബേസ് സ്ക്വയർ പ്ലസ് പിയുടെ സ്ക്വയർ, അതായത് 9ന്റെ സ്ക്വയർ. ഇത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുക, ഈ 41ഉം 9ഉം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 41, 9 ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്ലെറ്റ് അവിടെ കണ്ടു. എന്താണ്? 9, 40, 41. 9, 40, 41. ഇത് അറിയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പൈതഗോറസ് തിയറം എഴുതി ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. ആ ഒരു സമയം കൂടി അയാൾക്ക് ലാഭിക്കാൻ പറ്റും. ട്രിപ്ലെറ്റ് പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? 41, 9, 9 കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ട്രിപ്ലെറ്റ് ആണ് എന്ന് മനസ്സിലായി. 9, 40, 41 എന്ന് പറയുന്ന ട്രിപ്ലെറ്റ് ആണ് അല്ലേ? 41 എന്ന് പറയുമ്പോൾ ഏറ്റവും നീളം കൂടിയ സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഹൈപ്പോട്ടന്യൂസ് എടുത്തു. അപ്പോൾ ആസ് പെർ ദ ഡേറ്റ നമ്മൾ നോക്കുന്ന സമയത്ത് കൊസീക് തീറ്റയുടെ വാല്യൂ ആണ് 41/9 എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്തായിരിക്കണം? 9 ആയിരിക്കണം എന്നാണ് ഡേറ്റ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ബിയുടെ വാല്യൂ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഈ ട്രിപ്ലെറ്റ് അറിയുന്ന കുട്ടിക്ക് എഴുതാൻ പറ്റും. എന്തായിരിക്കും? 40 ആയിരിക്കും. നമ്മളിപ്പോൾ ഈ 41ന്റെ സ്ക്വയർ എടുത്ത ശേഷം 9 സ്ക്വയർ 81 കൊണ്ട് മൈനസ് ചെയ്യുന്നു, എന്നിട്ട് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 40 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ബേസ് എന്ന് പറയുന്നത് 40 ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത്. അതായത് 5 ഇൻറ്റു ടാൻ തീറ്റ നമ്മൾ പഠിച്ചാണ്. എന്താ ടാൻ തീറ്റ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അഥവാ പി ബൈ ബി നമ്മൾ പഠിച്ചതാണ്. പി ബൈ ബി. ഇവിടെ നോക്കിക്കേ, പി എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ? പി എന്ന് പറയുമ്പോൾ 9 ആണ്. ആസ് പെർ ദ ഡേറ്റ അത് 9 ആണ്. ഡിവൈഡഡ് ബൈ ബി. ബി എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ്, തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് 40. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്ത് എഴുതിക്കൂടെ? കട്ട് ചെയ്ത് എഴുതാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 1 തവണ, ഇവിടെ 8 തവണ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? നമ്മുടെ ആൻസർ 9/8 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 15/8. കോട്ട് തീറ്റയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 15/8. ഓക്കെ, തീറ്റ ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 15/8. തീറ്റ ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ, ഇതൊരു റേഷ്യോ ആണ് അല്ലേ? ഇവിടെ നോക്കുക, 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 2 പ്ലസ് 2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. അപ്പോൾ ഒരു വലിയൊരു എക്സ്പ്രഷൻ, ഒരു റേഷ്യോ ആണ്. ഒരു 4 ബ്രാക്കറ്റുകൾ അടങ്ങുന്ന ഒരു റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു ഈ രണ്ടാമത്തെ ബ്രാക്കറ്റ് കണ്ടില്ലേ? ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ 2 കോമൺ ആണല്ലോ. ആ 2 കോമൺ ആയിട്ട് നിൽക്കുന്ന 2വിനെ നമ്മൾ പുറത്തെടുത്തു, കോമൺ ഫാക്ടർ പുറത്തെടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബ്രാക്കറ്റിനുള്ളിൽ 1 പ്ലസ് കോസ് തീറ്റ കിട്ടി. 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ താഴെ വരുന്ന സമയത്ത് അവിടെ 2 മൈനസ് 2 സൈൻ തീറ്റ, അവിടെ നമുക്ക് 2 കോമൺ ആണ്. 2 നമ്മൾ കോമൺ പുറത്തെടുത്തു. 1 മൈനസ് സൈൻ തീറ്റ പിന്നെ 1 പ്ലസ് സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും 2 കിടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. 2വിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇപ്പൊ ഇത് കിടക്കുന്ന ഫോം നോക്കിയേ. 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. അതെന്ത് ഫോമാ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നോക്കിക്കേ, 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. അതിന് നമുക്ക് എന്തെന്ന് മാറ്റി എഴുതാം? ഈ ഒരു ഫോമിലേക്ക് മാറ്റാം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. സോ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നത് എന്താണ്? താഴെ കിടക്കുന്നത് 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. എന്താണ്? അതിനെ നമുക്ക് ഈ പറയും പോലെ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം.
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഈ തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അപ്പം ന്യൂമറേറ്ററിൽ നിന്നാണ് ഈ ഒരു ബ്രാക്കറ്റിൽ നമ്മൾ 2 കോമൺ എടുത്തു, ഡിനോമിനേറ്ററിലെ ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, 2 കോമൺ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് മാറ്റി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ഐഡന്റിറ്റി ഓർമ്മിക്കുക, അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഐഡന്റിറ്റി നമ്മളോട് ഓർമ്മിക്കുക. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്തെന്ന് എഴുതുന്നു, സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതുന്നു അല്ലെ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ. അതുപോലെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം എന്തെന്ന് എഴുതാം, കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ ഇവിടെ നോക്കിക്കേ, സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു അല്ലെ, എന്താണ്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പഠിച്ചു അല്ലെ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നേരത്തെ പഠിച്ചില്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ടാൻ സ്ക്വയർ തീറ്റ ആണ്, ടാൻ സ്ക്വയർ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണെങ്കിൽ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്തായിരിക്കും, ടാൻ സ്ക്വയർ ആയിരിക്കും. കണ്ടില്ലേ. അപ്പൊ ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ചെറിയൊരു ട്രിഗണോമെട്രിക് റേഷ്യോയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, ഇതുപോലെ എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 15/8 എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ കോട്ട് തീറ്റ നേരത്തെ പഠിച്ചായിരുന്നു ട്രിഗണോമെട്രിക് റേഷ്യോ പറഞ്ഞപ്പോൾ. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ട് എന്ന് പറഞ്ഞാൽ ബേസ് ബൈ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 15ഉം 8ഉം. അപ്പൊ എപ്പോഴും നമ്മൾ ഫിഗർ വരയ്ക്കേണ്ട കാര്യമില്ല, കാര്യം ഓൾറെഡി നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ് പഠിച്ചതാണ് അല്ലേ. 8, 15, 17. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റന്റ് സൈഡിൽ 15ഉം വന്നിട്ടുണ്ട്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, 17 ആണ്, 17. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ പി ബൈ ബി, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഇവിടെ നോക്കിക്കേ, പി ആരാ, പി എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ ബി ആരാ, ബി എന്ന് പറയുന്നത് 15 ആണ്. പിന്നെ ഇവിടെ നോക്കൂ, ഈ ചോദ്യത്തിൽ കോട്ട് തീറ്റ അല്ലേ തന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു ടാനും കോട്ടും എന്താണ്, റെസിപ്രോക്കൽ ആണ്. ടാൻ സ്ക്വയർ തീറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 15/8 ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്തു. അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, ടാൻ തീറ്റയുടെ സ്ക്വയർ, അതായത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 8/15 ആണെങ്കിൽ ആൻസർ എന്തായി, ഇതിന്റെ സ്ക്വയർ എടുക്കുക. 8/15 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 64 ഡിവൈഡഡ് ബൈ 225. 64 ഡിവൈഡഡ് ബൈ 225. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 7/3√6. ഓക്കെ, കോസ് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 7/3√6 എന്ന് തന്നിട്ടുണ്ട്. തീറ്റ ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 27 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 3/2. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 27 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 3/2. ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. കോസ് തീറ്റ ഈക്വൽ ടു 7/3√6 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, റൂട്ടൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പൊ ഉറപ്പായിട്ട് ട്രിപ്ലറ്റ് അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരുത്താം. ഓക്കെ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് കോസ് തീറ്റ. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇപ്പൊ ഫിഗർ വരച്ച് പറയണമെങ്കിൽ എപ്പോഴും നമ്മൾ അങ്ങനെ ഫിഗർ വരയ്ക്കേണ്ട കാര്യമില്ല, അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കുക. ഓക്കെ, കഴിവത്. അപ്പോൾ ഇതാണ് തീറ്റ എങ്കിൽ ബേസ് 7 ആണ്. അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 3√6 ആണ്. 3√6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോർഷൻ, അതായത് നമ്മുടെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ നമുക്ക് അറിയില്ല അല്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കും, പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കും. എന്താണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ അല്ലേ. അതായത് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ മൈനസ് ചെയ്യുന്നതാണ്. അതായത് പി ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് h സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്ക് നോക്കാം എന്ത് വരും എന്നുള്ളത്. റൂട്ട് ഓഫ്
ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈ 3√6 സ്ക്വയർ എടുക്കണം. 3√6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3√6 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ? √6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പൊ 9 × 6 54 വരും റൂട്ടിന്റെ അകത്ത്. 54 മൈനസ് ഇനി ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ. അതായത് 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 49. നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ 54 നിന്ന് 49 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 5 എന്ന് വരും അല്ലേ? 54 മൈനസ് 49 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോ √5 ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? പെർപെൻഡിക്കുലറിന്റെ വാല്യൂ √5 ആണെന്ന് മനസ്സിലായി. √5 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? 27 sin square theta minus 3/2. 27 sin square theta minus 3/2. സൈൻ തീറ്റയുടെ വാല്യൂ എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആരാ? √5 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാ? 3√6 ആണ് അല്ലെ? നമുക്കിവിടെ വേണ്ടത് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ ആകുമ്പോൾ ഇതിനെ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. സൈൻ സ്ക്വയർ തീറ്റ ആകുമ്പോൾ സ്ക്വയർ ചെയ്യുക. അപ്പം ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? √5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ 9 ഇൻറ്റു √6 സ്ക്വയർ എന്താ? 6. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഇനി നോക്കാം. 27 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 3/2 എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 5/9 ഇൻറ്റു 6 ആണ്. 5/9 ഇൻറ്റു 6 ആണ്. മൈനസ് 3/2. ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ആൻസർ എന്ന്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും ഫൈനൽ ആൻസർ എന്നുള്ളത് നോക്കാം. 9 ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 3 ടൈംസ് കട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കിക്കേ 6 കിടപ്പുണ്ടല്ലേ? അപ്പോൾ 2 ടൈംസ്. അപ്പൊ 5/2 മൈനസ് 3/2 ഇതാണ് നമ്മുടെ ആൻസർ. 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2. 2/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2√AB ഡിവൈഡഡ് ബൈ A പ്ലസ് B. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എന്താണ്? കോസ് തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് 1. ഇതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഐഡിയ നമുക്ക് വേണം. അതായത് പൈതഗോറസ് തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ ട്രിപ്ലെറ്റുകൾ എപ്പോഴും ഏത് ഫോമിലായിരിക്കും? നമ്മൾ പഠിച്ചില്ലേ 3, 4, 5, അതുപോലെ തന്നെ 5, 12, 13. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ട്രിപ്ലെറ്റുകൾ എല്ലാം ഒരു പർട്ടിക്കുലർ ഫോമിലായിരിക്കും നിൽക്കുക. ഒരു പർട്ടിക്കുലർ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നിലകൊള്ളുന്നത്. ആ ഫോം എന്താണെന്ന് നോക്കിക്കോളൂ. ആ ഫോം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. എപ്പോഴും ട്രിപ്ലെറ്റ്സ് ആർ ഓഫ് ദ ഫോം A² മൈനസ് B², അതുപോലെ തന്നെ 2AB ആൻഡ് ദെൻ A² പ്ലസ് B². എപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. A² മൈനസ് B², അതുപോലെ തന്നെ 2AB ആൻഡ് ദെൻ A² പ്ലസ് B². ഈ ഒരു രൂപത്തിലായിരിക്കും എപ്പോഴും ട്രിപ്ലെറ്റുകൾ നിലകൊള്ളുക. ഓക്കെ, അപ്പം ഓരോ ചോദ്യത്തിലും ഈ പറയുന്ന ഫോമില് ഇപ്പൊ A² മൈനസ് B², 2AB, A² പ്ലസ് B² എന്നായിരിക്കും ഇതിൽ എപ്പോഴും ചോദ്യം കിട്ടുക. അപ്പൊ ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, A പ്ലസ് ബി എന്ന് കിടക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എന്താ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ P/H, പെർപെൻഡിക്കുലർ ബൈ H. അപ്പം ഇത് പെർപെൻഡിക്കുലർ ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോ ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? 2√AB ഡിവൈഡഡ് ബൈ A പ്ലസ് ബി എന്നാണ്. ഇതിനെന്ത് മനസ്സിലാക്കാം? ഇതേ ഫോം തന്നെയാണ് അല്ലേ? A² മൈനസ് B², 2AB, A² പ്ലസ് B². അതേ ഫോം തന്നെയാണ്. പക്ഷേ ഇവിടെ എയുടെ സ്ഥാനത്ത് √A ആണ്, ബിയുടെ സ്ഥാനത്ത് √B ആണ്. അപ്പൊ ഇതിന് ചെറിയൊരു മാറ്റം വന്നു. ഇതേ ഒരു ഈ ഫോം തന്നെയാണ്, പക്ഷെ ഇതെങ്ങനെയാ നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എയുടെ സ്ഥാനത്ത് √A, ബിയുടെ സ്ഥാനത്ത് √B. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ചേർത്തെഴുതാം അല്ലേ? ചേർത്തെഴുതാം. 2√AB എന്ന് നമുക്ക് ചേർത്തെഴുതാം. അപ്പൊ എയുടെ സ്ഥാനത്ത് ജസ്റ്റ് √A എന്നും ബിയുടെ സ്ഥാനത്ത് √B എന്നാണ് ഈ ചോദ്യത്തിൽ കിടക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ട്രിപ്ലെറ്റുകൾ എപ്പോഴും ഈ ഒരു ഫോം ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ A² മൈനസ് B² ദ ഹോൾ സ്ക്വയർ പ്ലസ് 2AB ദ ഹോൾ സ്ക്വയർ. പൈതഗോറസ് തിയറം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് കിട്ടും? A² പ്ലസ് B² ദ ഹോൾ സ്ക്വയർ.
അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പം പരീക്ഷ സമയത്ത് നമുക്ക് ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കാനുള്ള ടൈം ഇല്ല. അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫോം മനസ്സിലാക്കി വെച്ച് എപ്പോഴും പൈതഗോറൻ ട്രിപ്ലെറ്റുകൾ എപ്പോഴും ഏത് രൂപത്തിലായിരിക്കും? ഈ പറയുന്ന എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2ab എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നേക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. എയുടെ സ്ഥാനത്ത് റൂട്ട് എയും ബിയുടെ സ്ഥാനത്ത് റൂട്ട് ബിയും എന്നും അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം റൂട്ട് എന്റെ സ്ക്വയർ ആകുമ്പോൾ എ, റൂട്ട് ബിയുടെ സ്ക്വയർ ആകുമ്പോൾ ബി, എ മൈനസ് ബി എന്ന് വരും. അതുപോലെ റൂട്ട് എന്റെ സ്ക്വയർ ആകുമ്പോഴത്തേക്കും എ, ഇവിടെ ബി, ഇത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എയുടെ സ്ഥാനത്ത് റൂട്ട് എ, ബിയുടെ സ്ഥാനത്ത് റൂട്ട് ബി, അത്രേ ഉള്ളൂ. അപ്പം നോക്കിക്കേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഈ ചോദ്യത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ രീതി ഇങ്ങനെ കിടക്കുന്നത് എ മൈനസ് ബി ടു റൂട്ട് എ ബി എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ചോദ്യത്തിൽ കിടക്കുന്ന ഡേറ്റ പ്രകാരം നോക്കുമ്പോൾ നോക്കിക്കേ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബൈ എച്ച് അല്ലേ? അപ്പൊ പി എന്ന് പറയുന്നത് 2 റൂട്ട് എ ബി ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? പി എന്തായിരിക്കും? എന്തായിരിക്കും? എ പ്ലസ് ബി 2 റൂട്ട് എ ബി. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? എ മൈനസ് ബി ആയിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്ന ചോദ്യത്തില്? കോസ് തീറ്റ പ്ലസ് 1 അല്ലെ? കോസ് തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് 1 ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നോക്കാം. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? എ മൈനസ് ബി ആണ്. എ മൈനസ് ബി. ഹൈപ്പോട്ടന്യൂസ് ആരാ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം, എന്ത് കിട്ടുമെന്ന് നോക്കാം. കോസ് തീറ്റ പ്ലസ് 1 അപ്പൊ എങ്ങനെ വരും? എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് 1. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ, അതായത് LCM എടുത്ത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഡിനോമിനേറ്റർ ആയിട്ടുള്ള എ പ്ലസ് ബി രണ്ടിടത്തു നിന്നും കട്ടായി പോകും അല്ലെ? പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? എ മൈനസ് ബി, നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഈ എ പ്ലസ് ബി താഴത്തെ എ പ്ലസ് ബി കട്ടായി പോകും. അപ്പൊ അത് ഇനി നോക്കണ്ട. ഇനി എ മൈനസ് ബി മൈനസ് ഈ ഒരു എ പ്ലസ് ബി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിന് ഉള്ളിലാണ് എ പ്ലസ് ബി കിടക്കുക. എന്നിട്ട് ഈ മൈനസ് അകത്തോട്ട് കയറ്റുക. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും നോക്കാം. ഇങ്ങോട്ടേക്ക് എഴുതാം. ഇവിടെ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഡിനോമിനേറ്റർ ഇവിടെ ഒരു എ പ്ലസ് ബി വരും, ഇവിടെയും വരും. പക്ഷെ ഈ രണ്ട് എ പ്ലസ് ബിയും കട്ടായി പോകും നമ്മൾ LCM എടുത്ത് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ബി മുകളിൽ, താഴെയോ എ മൈനസ് ബി, ഈ കാണുന്ന മൈനസ് നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കയറ്റണം അല്ലെ? അപ്പൊ മൈനസ് എ മൈനസ് ബി എന്നാവും. ഇനി നോക്കാം നമുക്ക്. ഇവിടുത്തെ ഈ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആയി പോയി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്ലസ് എയും മൈനസ് എയും ക്യാൻസൽ ആയി പോയി. നമുക്ക് എന്ത് കിട്ടി? നോക്കിക്കേ, എ പ്ലസ് എ 2a, താഴെയോ മൈനസ് ബി മൈനസ് 2b. അപ്പൊ 2 2 ക്യാൻസൽ ആയി പോകും. ഫൈനൽ ആൻസർ എന്തെന്ന് കിട്ടും? മൈനസ് എ ബൈ ബി എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? മനസ്സിലാക്കി വെക്കുക. ട്രിപ്ലെറ്റുകൾ എപ്പോഴും ഏത് ഫോമിലായിരിക്കും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2ab, അതുപോലെ തന്നെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടായിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, അതിലൊരു മോഡിഫിക്കേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. നോക്കിക്കേ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2xy divided by x square plus y square. 2xy divided by x square plus y square. ഇതാണ് ചോദ്യം അല്ലേ? അപ്പം എപ്പോഴും ഫിഗർ വരയ്ക്കുന്നില്ല. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 2xy, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് x square plus y square. നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? പൈതഗോറിയൻ ട്രിപ്ലെറ്റുകൾ എപ്പോഴും ഏത് ഫോമിലായിരിക്കും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2ab എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് വൈയും ആണ്. അപ്പോ പൈതഗോറിയൻ ട്രിപ്ലെറ്റുകളെല്ലാം ഏത് രൂപത്തിലായിരിക്കും? ഈ ഒരു ചോദ്യത്തിന് അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 2xy, അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും.
ഓക്കെ ആണല്ലോ. അപ്പം ഇത് നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്? ഇത് പെർപെൻഡിക്കുലർ ആണ്, ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഉറപ്പായിട്ടും ബേസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരിക്കും. കണ്ടുപിടിക്കാനുള്ള എന്താണ്? ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ നമ്മൾ പഠിച്ചു എന്താണ്? പെർപെൻഡിക്കുലർ ബൈ ബേസ്. പെർപെൻഡിക്കുലർ ബൈ ബേസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആരാ? 2xy. ബേസ് ആരാ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആർ ഓഫ് ദി ഫോം, ഈ ഒരു കാര്യം അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പൈതഗോറസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് വരുമ്പോൾ സമയം താമസിച്ചു. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതായത് ഓപ്ഷൻ ഏതാ? ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് 4 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. നമുക്ക് ചെയ്ത് നോക്കാം. 4 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 4 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. കണ്ടുപിടിക്കാനുള്ള എന്താ? √15 ടാൻ തീറ്റ പ്ലസ് 4/√15 സൈൻ തീറ്റ പ്ലസ് 2 സീക്ക് തീറ്റ. ഇതാണ് ചോദ്യം. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യും. 4 സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ആണ്. അപ്പോ 4 ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ചോദ്യത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? 4 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇനി നോക്കിക്കേ, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇത് എന്താക്കാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് മാറ്റി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നായി. 3 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നായി. അപ്പൊ നോക്കിക്കേ, രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ആര് കിടപ്പുണ്ട്? രണ്ട് സൈഡിലും കോമൺ ആയിട്ട് 1 പ്ലസ് കോസ് തീറ്റ കിടപ്പുണ്ട് അല്ലേ? അപ്പോ 4 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, 4 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണ് 3. അതായത് 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 3/4. 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 3/4. ഇതിൽ നിന്നും കോസ് തീറ്റയുടെ വാല്യൂ എഴുതിക്കേ, എന്ത് കിട്ടും? കോസ് തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടും നോക്കാം. കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ കോസ് ഇപ്പുറത്ത് വരുന്നു. അപ്പോൾ 1 മൈനസ് 3/4. 1 മൈനസ് 3/4 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 3/4, അതായത് 1/4 എന്ന് കിട്ടും. 1/4 എന്ന് കിട്ടും കോസ് തീറ്റ. ഈ കോസ് തീറ്റ ഇപ്പുറത്ത് കൊണ്ടുവരിക, 3/4 ഇപ്പുറത്ത് കൊണ്ടുവരിക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ നമുക്ക് മുഴുവൻ ആരെ ആവശ്യം? കോസിനാണോ ആവശ്യം? കോസിന് ആവശ്യമുണ്ട്, കാരണം ഇവിടെ സീക്ക് കിടപ്പുണ്ട് അല്ലേ? സൈന് വേണം, ടാനും വേണം. അപ്പൊ നോക്കൂ, ഓൾറെഡി പഠിച്ചാണ് എന്താണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോ പെർപെൻഡിക്കുലർ എന്തായിരിക്കും? ബേസ് എന്ന് പറയുന്ന 1 ഉം ഹൈപ്പോട്ടന്യൂസ് 4 ആണ്. ട്രിപ്ലെറ്റ് ഒന്നും അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം കൊടുക്കണം. എന്താണ്? എച്ച് സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും നോക്കാം. റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ, 4ന്റെ സ്ക്വയർ എന്താണ്? 16. ബി എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. സോ നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് √15 എന്ന് കിട്ടി. √15 എന്ന് കിട്ടിയെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷനിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓരോ തവണ എടുത്ത് എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √15 ഇൻറ്റു ടാൻ തീറ്റ. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എന്ന് വെച്ചാൽ എന്താണ്? പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ് ടാൻ എന്ന് പറയുന്നത് അല്ലേ? പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ് ടാൻ. പെർപെൻഡിക്കുലർ ഇവിടെ √15 എന്ന് നമുക്ക് കിട്ടി. ഡിവൈഡഡ് ബൈ ബേസ് ആരാ? ബേസ് എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 4/√15 ഇൻറ്റു സൈൻ തീറ്റ. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ്. അതാണ് സൈൻ എന്ന് പറയുന്നത് അല്ലേ? പെർപെൻഡിക്കുലർ എത്രയാ? √15. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? 4. സൈൻ തീറ്റയും കിട്ടി. ഇനി അടുത്തത് 2 ടൈംസ് സീക്ക് തീറ്റ. കോസ് തീറ്റയുടെ വാല്യൂ നമുക്കിവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയതാണ്. എന്താണ്? 1/4 എന്ന് കിട്ടിയതാണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ? നമ്മൾ ഫസ്റ്റ് പഠിച്ചാണ്. കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് സീക്ക് തീറ്റ. കോസ് തീറ്റ 1/4 ആണ്, സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ആയി. എത്ര വരും നോക്കാം. ഇവിടെ ഇപ്പോൾ √15 ക്യാൻസൽ ആയി, 4 ഉം 4 ഉം ക്യാൻസൽ ആയി, ഇവിടെ 1 എന്ന് വരും. √15 ഇൻറ്റു √15 എന്ന് പറഞ്ഞാൽ 15 ആണ്. പ്ലസ്
ഇവിടെ 1 ആണ് പ്ലസ് 2 into 4 8 അപ്പോൾ 15ഉം 9 എത്ര വരും 24. സോ 24 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കുക. സൈൻ സ്ക്വയർ തീറ്റ എന്താക്കി 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആക്കി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് മാറ്റി ചെയ്തതാണ്. ചെയ്യുമ്പോൾ നമുക്ക് കോസ് തീറ്റ എന്ത് വാല്യൂ 1/4 എന്ന് കിട്ടും. ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് കോട്ട് തീറ്റ ഇസ് ഇക്വൽ ടു 9/17, കോട്ട് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 9/17 എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് കൊസീക് സ്ക്വയർ തീറ്റയാണ്. ബേസിക് മെത്തേഡ് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് ഇപ്പോൾ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ് എന്താണ് ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ് അല്ലെ, ബേസ് ബൈ പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. കാരണം കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ പി ആണ്, ഹൈപ്പോട്ടന്യൂസ് ബൈ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ എടുത്ത് ചെയ്യാം, എന്നിട്ട് എന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട സമയമുണ്ടോ? നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട വഴി വേണം നമ്മൾ നോക്കേണ്ടത്. കോട്ട് തീറ്റയുടെ വാല്യൂ 9/17 എന്ന് തന്നിട്ടുണ്ട് അല്ലേ, കണ്ടുപിടിക്കാനുള്ള കൊസീക് സ്ക്വയർ തീറ്റ ആണ്. ഐഡന്റിറ്റി പഠിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഐഡന്റിറ്റിയിൽ നമ്മൾ പഠിച്ച എന്താ, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് പഠിച്ചാണ് അല്ലേ. കണ്ടുപിടിക്കാനുള്ളത് കൊസീക് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ആണ്, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. അപ്പൊ നോക്കിക്കേ, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ, കോട്ടിന്റെ വാല്യൂ 9/17, അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും 81/218. ഇതിപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആൻസറിൽ ഡിനോമിനേറ്റർ 289 ഒക്കെ വരും. ഉറപ്പായിട്ട് നമ്മുടെ ആൻസറിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 289 തന്നെയാണ്, അതിന് മാറ്റമില്ല. ഇവിടെ ചോദ്യത്തിൽ നോക്കി ഓപ്ഷനിൽ നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ ഓപ്ഷൻ സി ഉണ്ടോ, ഓപ്ഷൻ സിയിൽ എഴുതിയിരിക്കുന്നത് എന്താ 181/289 എന്ന് പറഞ്ഞാൽ ഈ സാധനം മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതി വെച്ചിരിക്കുന്നു മാത്രം, 181/289. അപ്പൊ നമ്മൾ ഫർദർ ഈ ഫ്രാക്ഷൻ ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇത് മൊത്തം ചെയ്ത് ഫൈനൽ ആൻസർ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ സമയം അത്രയും പോകും. അപ്പൊ ജസ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് 181/289 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഈ ഐഡന്റിറ്റി ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഓർമ്മിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇത് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കോട്ട് എ ഇസ് ഈക്വൽ ടു 5/12, കോട്ട് എ ഇസ് ഈക്വൽ ടു 5/12. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. നോക്കിക്കേ, കോട്ട് എ ഇസ് ഈക്വൽ ടു 5/12. എന്താണ് കോട്ട് എന്ന് പറഞ്ഞാൽ? കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. നമുക്ക് കോട്ടിനെ ബേസ് ബൈ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കാം, 1/tan എന്ന് വിളിക്കാം, അതും അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം, കോസ് ബൈ സൈൻ എന്ന് വിളിക്കാം. പഠിച്ചതാണ്, കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്. അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം, കൊസീക്ക് ബൈ സീക്ക് ആണ്, കൊസീക്ക് ബൈ സീക്ക് ആണ്. അപ്പൊ കോട്ടയെ നമുക്ക് കൊസീക്കെ ബൈ സീക്കെ എന്ന് എഴുതാം. ഇനി ശ്രദ്ധിക്കാം, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ, റേഷ്യോ ടൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാല് കോട്ട് എയുടെ വാല്യൂ അല്ലെങ്കിൽ കോട്ട് എ എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസീക്ക് എ ബൈ സീക്ക്. ചോദ്യത്തിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ട്രിഗണോമെട്രിക് റേഷ്യോനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദ്യത്തിൽ സീക്കും കൊസീക്കും ആണ് കിടക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒരു റേഷ്യോ ആണ് എങ്കിൽ, നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒരു റേഷ്യോ ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോകാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ, അതായത് ആ ഒരു റേഷ്യോയിൽ എല്ലാ ടേമുകളുടെയും പവർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തു, പവർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തോളുക. ഇവിടെ ഇപ്പൊ സീക്കിന്റെയും കൊസീക്കിന്റെയും ഒക്കെ പവർ 1 ആണ്, അപ്പൊ പ്രശ്നമില്ല. വേറെ മറ്റ് ട്രിഗണോമെട്രി റേഷ്യോസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു റേഷ്യോയിൽ ഇൻവോൾവ്ഡ് അല്ല കാര്യം ഉറപ്പുവരുത്തിക്കൊള്ളുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോട്ട് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കൊസീക്കെ ബൈ സീക്കെ ആണ്. അതെന്ന് പറയുന്നത് 5/12 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു റേഷ്യോ ആയ സ്ഥിതിക്ക് നമ്മൾ ഈ സീക്കിന്റെയും കൊസീക്കിന്റെയും ഒക്കെ റിയൽ വാല്യൂ തപ്പി പോവേണ്ട ആവശ്യമില്ല.
കണ്ടുപിടിക്കാനുള്ളത് റേഷ്യോ ആണെങ്കിൽ, കണ്ടുപിടിക്കാനുള്ളത് ഒരു റേഷ്യോ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് എങ്കിൽ നമ്മൾ അവരുടെ റിയൽ വാല്യൂ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. അതിപ്പോ എല്ലായിടത്തും പോസിബിൾ അല്ല. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മിച്ച് വെച്ചേക്കുക. നമ്മുടെ എക്സ്പ്രഷനിലുള്ള ടേമുകളുടെ പവർ എല്ലാം സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ റേഷ്യോ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ വരുന്ന ഈ പറയുന്ന സംഭവങ്ങൾ, അതായത് കോട്ടയെ നമ്മൾ ഇങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് കൊസീകെ ബൈ സി കെ. അപ്പൊ ആ പറയുന്ന ടേമുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ആയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. കൊസീക്ക് എക്ക് പകരം 5 യൂണിറ്റ്സ് എന്ന് കൊടുക്കാം. കൊസീക്ക് എക്ക് പകരം 5 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് റിയൽ വാല്യൂ അല്ല, റേഷ്യോ വാല്യൂ ആണ്. ഓക്കെ, സീക്ക് എക്ക് പകരം 12 യൂണിറ്റ്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ടൈപ്പിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. റൂട്ട് ഓഫ് സീക്ക് എ മൈനസ് കൊസീക്ക്, സീക്ക് എക്ക് പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് 12 ആണ്, മൈനസ് കൊസീക്ക് എക്ക് പകരം കൊടുക്കാൻ പോകുന്നത് 5 ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സീക്ക് എ എന്ന് പറഞ്ഞാൽ 12 തന്നെയാണ്, പ്ലസ് കൊസീക്ക് 5 ആണ്, മൈനസ് റൂട്ട് 17 ഡിവൈഡഡ് ബൈ 7. ഇവിടെ നോക്കിക്കേ, 12 മൈനസ് 5 അല്ലേ, 12 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ, റൂട്ട് 7 ഡിവൈഡഡ് ബൈ ഇതെന്താണ്, റൂട്ട് 17 മൈനസ് റൂട്ട് ഓഫ് 17 ബൈ 7. ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യേണ്ടി വരും. ആൻസർ എന്ത് വരും നോക്കാം. റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 എന്താണ് 7 മൈനസ് റൂട്ട് 17 ഇൻറ്റു റൂട്ട് 17 എന്താണ് 17 ഡിവൈഡഡ് ബൈ റൂട്ട് 17 ഇൻറ്റു റൂട്ട് 7, അതായത് റൂട്ട് 17 ഇൻറ്റു റൂട്ട് 7 എന്ന് പറഞ്ഞാൽ 119 ആണ് കേട്ടോ. നമ്മുടെ ആൻസർ എന്ത് വരും, 7 നിന്നും 17 പോയി കഴിഞ്ഞാൽ മൈനസ് 10 ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ റൂട്ട് 119 വരും, 119. നമ്മുടെ ആൻസർ എന്തായി, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മൈനസ് 10 ബൈ റൂട്ട് 119 ആണ് നമ്മുടെ ആൻസർ. ശ്രദ്ധിച്ചോളുക, ഓപ്ഷൻ സി കണ്ടോ 0 ഒക്കെ കിടപ്പുണ്ട്, ഇവിടെ മൈനസ് ഒക്കെയാണ്, പക്ഷേ വ്യത്യാസം മനസ്സിലാക്കുക. ഇത് റൂട്ട് 7 ബൈ റൂട്ട് 17 ആണ്, ഇത് റൂട്ട് 17 ബൈ റൂട്ട് 7 ആണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം, അതായത് LCM എടുത്ത് ചെയ്യേണ്ടി വരും. നമ്മുടെ ഫൈനൽ ആൻസർ മൈനസ് 10 ബൈ റൂട്ട് 19 ആണ്, റൂട്ട് 119 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചോളുക, റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള റേഷ്യോ ആണെങ്കിൽ റിയൽ വാല്യൂ തപ്പിപ്പോവേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഇപ്പൊ ചോദ്യത്തിൽ കോട്ടയാണെങ്കിൽ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുന്ന കൊസീകെ ബൈ സീകെ ആണ്. അപ്പൊ ഈ കൊസീകെയും സീകെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു റേഷ്യോ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കൊസീക്കിന് വരെ 5 എന്നും കൊടുത്തു, സീക്കിന് വരെ 12 എന്നും കൊടുത്തു. ഇതാണ് ഈ ഒരു ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഇതല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു മെത്തേഡും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. പക്ഷേ പരീക്ഷയ്ക്ക് ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നോക്കൂ, ബേസിക്സ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം നമുക്കറിയാം, കോട്ടയം എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്, അഥവാ കൊസീക്ക് ബൈ സീക്ക് ആണ് അല്ലേ, കൊസീക്ക് ബൈ സീക്ക് ആണ്. അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കോട്ടിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇനി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിൽ ഞാൻ എങ്ങനെ കോട്ടിനെ കൊണ്ടുവരുന്നു ആലോചിച്ചാൽ മതി. കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിൽ എനിക്ക് എങ്ങനെ കോട്ടിനെ കൊണ്ടുവരാം, എങ്ങനെ എന്ത് ചെയ്യാം, കൊസീക്ക് ബൈ സീക്ക് ആണ് കോട്ടല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എക്സ്പ്രഷനിലുള്ള എല്ലാ ടേമിനെയും, ഓരോ ടേമിനെയും എന്ത് ചെയ്യുന്നു, സീക്ക് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാ ടേമിനെയും എന്ത് ചെയ്യുന്നു, സീക്ക് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ സീക്കിനെ സീക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയി, മൈനസ് കൊസീകെ ബൈ സീകെ എന്ന് പറഞ്ഞാൽ കോട്ടയാണ്, ഡിവൈഡഡ് ബൈ 1, അതായത് സീകെ ബൈ സീകെ എന്ന് പറഞ്ഞാൽ എന്താ 1 അല്ലേ, പ്ലസ് കൊസീകെ ബൈ സീകെ കോട്ട. ഞാൻ ഇവിടെ ചെയ്ത് എത്രയേ ഉള്ളൂ, എനിക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കോട്ടയാണ്. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിൽ ഞാൻ കോട്ട് എ കൊണ്ടുവരാൻ ശ്രമിക്കണം. കോട്ടയെ കൊണ്ടുവരണമെങ്കിൽ അടിയിൽ സീക്ക് വരണം. കൊസീകെ ബൈ സീക്കാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓരോ ടൈമിനെ സീക്ക് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, കോട്ടയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോട്ടയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5/12. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്തെന്ന് കിട്ടും, മൈനസ് 10 ബൈ റൂട്ട് 119 എന്ന് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, 5 cot theta is equal to 3. 5 cot theta is equal to 3. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, cot theta is equal to 3/5 എന്ന് മനസ്സിലായി, 3/5. ഇനി നോക്കിക്കേ, നേരത്തെ പറഞ്ഞ അതേ കാര്യം നോക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു റേഷ്യോ തന്നെയാണ് അല്ലേ, കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഒരു റേഷ്യോ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോയിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ടേമുകളുടെയും റിയൽ വാല്യൂ തപ്പിപ്പോവേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക,
ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോട്ടിനെ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു? കോട്ട് തീറ്റ എനിക്ക് ഇങ്ങനെ എഴുതാം, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഈ കോസും സൈനും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഈ കോസിന്റെ സൈനിന്റെ റിയൽ വാല്യൂ തപ്പിപ്പോണ്ട, പകരം കോസിന് വേണ്ടിയിട്ട് 3 എന്നുള്ള റേഷ്യോ വാല്യൂ കൊടുക്കുക, സൈനിന് വേണ്ടിയിട്ട് 5 എന്ന് പറയുന്ന റേഷ്യോ വാല്യൂ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആൻസർ ആയി. ഇവിടെ എല്ലാവരുടെയും പവറും സെയിം ആണ്, മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒന്നും തന്നെ ഇൻവോൾവ്ഡും അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, 6 ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കും? 5 കൊടുക്കും, മൈനസ് 3 ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കും? 3 തന്നെ കൊടുക്കും, ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കും? 5 കൊടുക്കും, പ്ലസ് 3 ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കും? 3 കൊടുക്കും. എന്ത് വരും? 6 ഇൻറ്റു 5 30, 30 മൈനസ് 3 ഇൻറ്റു 3 9, 30 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എന്താ? 21 ഡിവൈഡഡ് ബൈ, തന്നെ ആൻസർ കിട്ടി, ഓപ്ഷൻ ഡി ആണ്. കാരണം 21 ന്യൂമറേറ്റർ വരുന്ന വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ താഴത്തൊന്നും ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി പോവാം. 7 5 35, 35 9 എന്താണ്? 44. യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 21/44. ഈ ചോദ്യം നമുക്ക് ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞ കൂട്ട്, അപ്പൊ ഈ റേഷ്യോ മെത്തേഡ് അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം നോക്കിക്കേ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/5 അല്ലേ, എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിൽ ആരെ ഞാൻ കൊണ്ടുവരണം? എനിക്ക് വാല്യൂ അറിയാന്നുള്ള കോട്ടിനെ കൊണ്ടുവരണം. കോട്ടിനെ കൊണ്ടുവരണമെങ്കിൽ കോസ് ബൈ സൈൻ, ഡിനോമിനേറ്ററിൽ സൈൻ വരണം, കോസിന് അടിയിൽ സൈൻ വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എല്ലാ ടേമിനും എന്ത് ചെയ്തു? സൈൻ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. എല്ലാ ടേമിനും എന്ത് ചെയ്തു? സൈൻ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് വരും? 6/3 കോട്ട് തീറ്റ, കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണേ, 7 സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ 1 ആണ്. അപ്പോ പ്ലസ് 3 ഇൻറ്റു കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കോട്ടിന്റെ വാല്യൂ ഉള്ള 3/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ എന്ന് വരും 21/44 എന്ന് വരും. ഓക്കെ, ഈ ഒരു ടൈപ്പ് ശ്രദ്ധിച്ചു വെച്ചോളുക. റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഓർമ്മിച്ച് വെച്ചോളുക. എളുപ്പത്തിന് ചെയ്യാൻ പറ്റും റേഷ്യോ വാല്യൂസ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പവർ എല്ലായിടത്തും സെയിം ആണോ എന്നുള്ളത് നോക്കിക്കൊള്ളാം. പവർ സെയിം ആണോ എന്ന് നോക്കിക്കൊള്ളാം. ഇനി ഇതിലുള്ള അഡ്വാൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു മെത്തേഡ് പരിചയപ്പെടാം. അതിനുശേഷം ഇനി അങ്ങോട്ടുള്ള പാർട്ടുകളിലേക്ക് നമുക്ക് ഇതിൽ നിന്നുള്ള കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 1 - sin a ഇൻറ്റു കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ. ഇതിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ, സൈൻ ക്യൂബ് എ പ്ലസ് കോസ് ക്യൂബ് എ, അതുപോലെ തന്നെ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആൻഡ് ദെൻ 0. ഇതാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ ചെയ്യും നമ്മൾ? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഇതിപ്പോ എ പ്ലസ് ബി എന്നുള്ള ഫോമിൽ കിടക്കുന്നുണ്ട് അല്ലെ. ഇതെന്താണ്? 1 - AB എന്നുള്ള ഫോമിൽ കിടക്കും. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് കണ്ടിട്ട് എന്തെങ്കിലും നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇവിടെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ അവിടെ ഓർമ്മിക്കേണ്ടി വരും. എന്താണത്? അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ്. ഈ ഒരു കാര്യം ഓർമ്മിക്കുക. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ്. ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ. ഇതാണ് സംഭവം. ഇതിൽ നിന്നും എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ വാല്യൂ എടുക്കുന്നത്. അത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ്, ഇവിടെ ഞാൻ ഈ 3ab ഈ ഒരു പോർഷനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് കിട്ടും. നമ്മൾ ഓൾജിബ്രയിൽ നമ്മൾ വിശദമായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നിന്നും ഫർദർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൽ നിന്നും 3ab കോമൺ എടുക്കുന്നു, പിന്നെ അതിനുശേഷം എ പ്ലസ് ബി കോമൺ എടുക്കുന്നു. ഫൈനലി നമുക്ക് കിട്ടുന്നതാണ് എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ
മൈനസ് എ ബി. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് ഓൾജിബ്രയിൽ പഠിക്കാം. തൽക്കാലം ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഫോർമുലയാണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് അല്ലേ. അപ്പം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ എയുടെ സ്ഥാനത്ത് സൈൻ എ, ബിയുടെ സ്ഥാനത്ത് കോസ് എ. പക്ഷെ ഇവിടെ നോക്കിക്കേ 1 ആണ് കിടക്കുന്നത്. 1. അപ്പോൾ ശരിക്കും എങ്ങനെ വരണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നാണ്. മൈനസ് എ ബി ഓക്കെയാണ്, പക്ഷെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് 1 ആണ് കിടക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സൈൻ എ പ്ലസ് കോസ് എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ എ കോസ് എ. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് വരേണ്ടിയിരുന്നത് അല്ലേ. നമുക്കറിയാം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ്. നമ്മൾ ഐഡന്റിറ്റി ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടിക്കൊണ്ട് ആൻസർ പറയാം. ഇതെന്ന് പറയാം, ഈ ഒരു എക്സ്പ്രഷന്റെ ആൻസർ എന്ന് പറയുന്നത് സൈൻ ക്യൂബ് എ പ്ലസ് കോസ് ക്യൂബ് എ ആണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി യൂസ് ചെയ്യേണ്ട ഒരു ചോദ്യം കൂടിയാണ്. 1 എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. പൈതഗോറസ് തിയറം, അതുപോലെ തന്നെ പൈതഗോറിയൻ ട്രിപ്ലെറ്റുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് റേഷ്യോസ്, ട്രിഗണോമെട്രിക് റേഷ്യോസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ട്രിപ്ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കണ്ടു. റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടു. ഐഡന്റിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിറ്റി 3 ഐഡന്റിറ്റീസും പരിചയപ്പെട്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഇനി റിമൈനിങ് കാര്യങ്ങൾ ഇനിയും നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.